ഇന്നും ഇതുപോലുള്ള കളയുന്ന പാത്രങ്ങൾ കൊണ്ട് നല്ല നല്ല ഉപയോഗങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പല കാര്യങ്ങളും അറിയാതെ പോകാറുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്കും മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും, നല്ലൊരു ഭംഗി ഉണ്ടാവും, നമ്മളുടെ പണികൾ വളരെ എളുപ്പത്തിലാക്കാൻ പറ്റും. മാറാനും വളരെ എളുപ്പത്തിൽ കളയുവാനും അതുപോലെ തന്നെ അത് തിരിച്ച് വളരെ ദീർഘകാലത്തേക്ക് തിരിച്ചു വരാതിരിക്കാനുള്ള നല്ല നല്ല ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആര് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. കളയുന്ന ഈ പാത്രങ്ങൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലുള്ള ബൗളുകൾ എല്ലാവരുടെ കയ്യിലുണ്ടാകും. നമ്മളിപ്പോൾ കടകളിൽ നിന്നും സാധനങ്ങൾ, ഹോട്ടലിൽ നിന്ന് പാർസലൊക്കെ വാങ്ങുമ്പോൾ അത് ആ പാത്രങ്ങൾ ഉണ്ടാകാറുണ്ട്. കുറേയൊക്കെ നമുക്ക് കളയും, കുറേയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും അല്ലേ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിഭാഗം നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒരു സ്കെച്ച് കൊണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നമുക്ക് മുറിച്ചെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറക്റ്റ് വരച്ചെടുത്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാൻ സാധിക്കും. ഒരു നല്ല ഷാർപ്പായിട്ടുള്ള കത്തി എടുത്തിട്ട് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം, ഒരിക്കലും അത് മാറിപ്പോകരുത്. നമ്മൾ അതിൻ്റെ ഒരു അളവ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് തോന്നിയത് ഇതുപോലെ നമ്മൾ ചൂടാക്കിയിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇത്തിരി കൂടി ഈസി കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നമ്മളൊന്നും അറിയാതെ പോകുന്നു, അത്രയേ ഉള്ളൂ. ഇതൊന്ന് നല്ല രീതിയിൽ അതിൻ്റെ ആ ഷാർപ്പ്നെസ് കുറയ്ക്കാനായിട്ട് ചൂടായ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ വല്ല കൊണ്ടാൽ ഇങ്ങനെ ഒര ഉണ്ടാകുമല്ലോ, അതില്ലാതിരിക്കുക. ഞാനൊരു ബ്ലാക്ക് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കറക്റ്റ് കാണാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വെക്കാം. എന്നിട്ട് ഇതുപോലുള്ള ഒരു ബോട്ടിലെടുക്കുക. നമ്മൾ ഹാൻഡ് വാഷൊക്കെ വാങ്ങുന്ന കുറേ നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ എന്താണ് പറയുക, ഹാൻഡ് വാഷോ അല്ലെങ്കിൽ നമ്മൾ ആ ക്രീമൊക്കെ വാങ്ങുന്ന ബോട്ടിൽസ് ഉണ്ടാവും. അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കത്തി ചൂടാക്കി തന്നെ ഞാൻ മുറിച്ചെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാനായിട്ട് സാധിക്കുമല്ലോ. കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ഈ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് അത് ഷാർപ്പ്നെസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഈ ഒരു മൂടിയുടെ അളവ് വരച്ചു കൊടുത്തതിന് ശേഷം അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ കത്തി ചൂടാക്കി വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ബ്ലേഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ അത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം നമ്മൾ വളരെ സിമ്പിളായിട്ട് കളയുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഓൺലൈനൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സാധനം ഞാൻ ഈ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇത് നല്ല കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു ട്യൂബ് അളവിനനുസരിച്ച് വെട്ടിക്കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് കുറേ ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ എടുക്കുമ്പം ഒഴിച്ചൊഴിച്ച് നിൽക്കേണ്ട. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല സിമ്പിളായിട്ട് കാണാനും ഒരു ഭംഗിയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ എളുപ്പം പണികളും തീർക്കാം. നമ്മൾ ഇതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അത് മൂടി നമ്മൾ ആ ഒരു നോബിലൂടെ നമുക്ക് പുഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട്, ഇത്രയും കട്ടിയിലൊന്നും നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിക്കാറില്ലല്ലോ, കുറച്ച് നമ്മൾ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ പാത്രം കഴുകാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പല്ലേ. ഇന്ന് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. നമുക്ക് പാത്രം കഴുകുമ്പം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇതാവുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. അതുപോലെ നമുക്ക് കളയുന്ന സാധനങ്ങൾ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ വളരെയധികം മനസ്സിനൊരു സന്തോഷമല്ലേ. ഓൺലൈനൊക്കെ ആണെങ്കിൽ 500-600 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ ഇത് വാങ്ങണം. ഇത് നമ്മൾ കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മൂടി വെച്ച് എടുത്ത് വെക്കാവുന്നതാണ്. നല്ല ക്ലീൻ ആയിരിക്കും, അതുപോലെ തന്നെ സേഫ് ആയിരിക്കും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. ഇന്ന് തന്നെ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ. നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇതാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മൂടി വെക്കാനും പറ്റും. നിങ്ങളൊന്ന് ചെയ്തു നോക്കാം.
മാറാല ക്ലീൻ ചെയ്യലും പിന്നെ അതിന് ശേഷം പെട്ടെന്ന് വരലും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ആഴ്ചയിൽ മാറാല അടിക്കണം. അതില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്താലും വളരെ എഫക്റ്റീവാണ്. അതിനേക്കാൾ കൂടുതൽ ഇത്തിരിയും കൂടെ എഫക്റ്റ് ഉള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. നമ്മൾ പാരസിറ്റമോളൊക്കെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ ഒരു പാരസിറ്റമോൾ ഗുളിക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ആര്യവേപ്പില കൊണ്ടൊക്കെ ഒരു നല്ല ടിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണുക പോയിട്ട്. അതിലേക്ക് ഒരു കർപ്പൂരവും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നമ്മൾ മാറാല തുടച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ. നേരിയ ഒരു തുണി എടുത്താൽ മതി. കട്ടിയുള്ള തുണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് തുടച്ച് കഴിയുമ്പോൾ നമ്മൾ കൈ നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യേണ്ടല്ലോ. അപ്പോൾ കട്ടിയില്ലാത്ത തുണിയാകുമ്പോൾ നമുക്ക് അത്ര ഭാരമായിട്ട് തോന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വൈപ്പറാണ് കേട്ടോ. കോട്ടൺ തുണി എടുക്കാൻ ശ്രദ്ധിക്കണേ. വൈപ്പറിൽ നമ്മൾ ഈ ഒരു തുണി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു തുണി നീങ്ങിപ്പോയി നമുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതില്ലാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അനങ്ങാതെ അത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. വെള്ളത്തിൻ്റെ അംശം വളരെ കുറവ് പാടുള്ളൂ. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് മാറാല തൂത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ലിക്വിഡ് മാറാല തൂക്കുന്നതൊന്നും ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഈ ഒരു ലിക്വിഡ് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും നമ്മളൊന്ന് ഇതാക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ അപ്പം അത് എട്ടുകാലി വന്നിരിക്കാതിരിക്കുവാനും അതുപോലെ തന്നെ കൂട് കൂട്ടാൻ സാധിക്കാതെ അതുങ്ങൾ പൊയ്ക്കോളും. നമ്മളെ വീട്ടിൽ നിന്നല്ല നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പൊയ്ക്കോളും. എന്ന് വെച്ചാൽ ഈ ഒരു പാരസിറ്റമോളിൻ്റെ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് കൊണ്ട് തന്നെ അതുങ്ങൾ ഇവിടെ ഇരിക്കേയില്ല. അതുപോലെ മാറാല വരയില്ല. ഇതുപോലെ തന്നെ നമുക്ക് കബോർഡുകളൊക്കെ ഈ ഒരു വൈപ്പർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വൈപ്പർ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടും ഫാനും നമ്മളുടെ കബോർഡുകളും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ജനാലൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ വൈപ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ തുണി വെച്ചിട്ട് റബ്ബർ ഇടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ജനാലൻ്റെ കമ്പിയുടെ സൈഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഈവണായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അംശം ചെല്ലുവാനും മാറാലയും പൊടിയൊക്കെ വളരെ കുറവ് വരികയുള്ളൂ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ തുടക്കാൻ നമ്മൾ വൈപ്പറിൽ തുണി വെച്ചിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.